ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മോസ്റ്റ് ഓഫ് ദി 90% റിലേഷൻഷിപ്പിലും ഒരാൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, മറ്റേ ആൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എന്നാൽ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അയാളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഓപ്പോസിറ്റ് കിട്ടുന്ന ആളൊന്ന് വിളിച്ചില്ലെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെല്ലും. എന്നാൽ മറ്റേ ആൾക്ക് എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിലോ മെസ്സേജ് അയച്ചില്ലെങ്കിലോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് ഒരു ഇൻകംപ്ലീറ്റ് ആയി ഫീൽ ആവുന്നതും ആ റിലേഷൻഷിപ്പിൽ പല വഴക്കുകൾ ഉണ്ടാവുന്നതും ബ്രേക്ക് ആവാൻ കാരണവും. ഞാൻ മനസ്സിലാക്കുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഞാൻ എത്രത്തോളം അയാളെ സ്നേഹിക്കുന്നുണ്ടോ, എത്രത്തോളം അയാളെ മിസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അതേ ക്വാണ്ടിറ്റിയിലും അതേ ക്വാളിറ്റിയിലും തിരിച്ചയാൾ എന്നെ മിസ് ചെയ്യുമ്പോഴും സ്നേഹിക്കുമ്പോഴാണെന്നാണ്. അപ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഒരു ബ്യൂട്ടിഫുൾ ആവുന്നത്. പക്ഷെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ കാണാൻ ഇപ്പോൾ വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അതേ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അയാൾ തിരിച്ചെന്നെ മിസ് ചെയ്യുമ്പോഴും സ്നേഹിക്കുമ്പോഴാവുന്നത്. അപ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഒരു ബ്യൂട്ടിഫുൾ ആവുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ വളരെ കുറവായിപ്പോൾ.